ഹൈക്കോടതി അഭിഭാഷക നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ അതൃപ്തി പുകയുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഏകപക്ഷീയമായാണ് നിയമനങ്ങൾ നടത്തുന്നതെന്നാണ് വിമർശനം. മന്ത്രിമാരുടെ പോലും അറിവോടുകൂടിയല്ല ഹൈക്കോടതി അഭിഭാഷക നിയമനങ്ങൾ നടക്കുന്നതെന്നും പരാതിയുണ്ട്. അഭിഭാഷക നിയമനങ്ങൾ ചർച്ച ചെയ്യാതെയാണ് നടക്കുന്നതെന്നും വിമർശനം ഉയരുന്നുണ്ട്. അതേസമയം ഹൈക്കോടതി അഭിഭാഷക നിയമനങ്ങളിൽ അനൗമിതർ കടന്നുകൂടിയതായും ആരോപണമുണ്ട്. ദേവസ്വം പ്ലീഡറിലെ നിയമനം ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചാണ് വിഷയത്തിൽ നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചത്. ഹൈക്കോടതി അഭിഭാഷക നിയമനത്തിൽ സർക്കാരിനെതിരെ പരാതിയുമായി ലോയേഴ്സ് കോൺഗ്രസും രംഗത്തെത്തി. പാർട്ടിയുമായി ബന്ധമില്ലാത്തവരെ നിയമിക്കുന്നതിനായി KPCC അധ്യക്ഷന് ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ പരാതി നൽകി. ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ PK അബ്ദുറഹ്മാനാണ് പരാതി നൽകിയത്. ലോയേഴ്സ് കോൺഗ്രസിന്റെ പരാതിയുടെ പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട്. കോൺഗ്രസ് അഭിഭാഷകർക്ക് പരിഗണന നൽകുന്നില്ലെന്നാണ് പരാതി. വ്യക്തിപരമായ താൽപര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിയമനങ്ങളെന്നും പരാതിയുണ്ട്. ലോയേഴ്സ് കോൺഗ്രസിലെ അംഗങ്ങളെ പരിഗണിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. അതേസമയം ഹൈക്കോടതി പ്ലീഡർ നിയമനത്തിൽ അതൃപ്തി വ്യക്തമാക്കിക്കൊണ്ട് മുസ്ലിം ലീഗ് രംഗത്തെത്തിയിരുന്നു. 8 പ്ലീഡർമാരെ മാത്രമാണ് ലീഗ് പട്ടികയിൽ നിന്നും പരിഗണിച്ചതെന്നാണ് ലീഗിന്റെ പരാതി. 136 ഒഴിവുകളുള്ളതിൽ നിലവിൽ 80 പേരെ മാത്രമാണ് നിയമിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി നേരിട്ടാണ് നിയമനം നടത്തുന്നത്. ലീഗിന് കൂടുതൽ പരിഗണന വേണമെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ലീഗിന്റെ പട്ടികയിൽ മെറിറ്റുള്ളവർ പോലും പരിഗണിക്കപ്പെടുന്നില്ലെന്ന ആശങ്കയാണ് ഉയരുന്നത്. 22 MLA-മാരും 5 മന്ത്രിമാരും ഉണ്ടെങ്കിലും 8 പേരെ മാത്രമേ നിയമിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ സർക്കാർ 136 പേരെ നിയമിച്ച സ്ഥാനത്ത് പുതിയ സർക്കാരിന് അതിൽ വർധനവ് വരുത്താൻ കഴിയും. അതിനിടെ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഉൾപ്പെട്ട ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായിരുന്ന KB പ്രദീപിനെ ഹൈക്കോടതിയിലെ ദേവസ്വം സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ച സംഭവം വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പിന്നാലെ പദവിയിൽ നിന്നും KB പ്രദീപ് രാജിവെച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ KB പ്രദീപിനോട് രാജിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. പിന്നാലെയാണ് ഇദ്ദേഹം രാജിവെച്ചത്. KB പ്രദീപിന്റെ നിയമനം നടത്തിയത് മുഖ്യമന്ത്രിയാണെന്നും അതിൽ താൻ ഇടപെടില്ലെന്നും ദേവസ്വം വകുപ്പ് മന്ത്രി K മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പ്രതിയുടെ ദൗർബല്യങ്ങൾ അറിയാവുന്ന ഒരു വക്കീലാകുന്നത് നല്ല കാര്യമാണെന്നും മുരളീധരൻ പറഞ്ഞു. ക്യാബിനറ്റിലെടുത്ത തീരുമാനം മന്ത്രി ഒരിക്കലും തള്ളിപ്പറയാൻ പാടില്ല. അത് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തമാണ്. ഞാൻ ഈ കാര്യത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം മുഖ്യമന്ത്രിക്ക് വിട്ടുകൊടുത്തിരുന്നുവെന്നാണ് KB പ്രദീപിന്റെ നിയമനത്തെക്കുറിച്ച് ദേവസ്വം മന്ത്രി പറഞ്ഞത്. സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായിരുന്ന ആളെ ദേവസ്വം പ്ലീഡറാക്കിയത് വലിയ ചർച്ചയായിരുന്നു. UDF സർക്കാരിന് ഇത് 2ാം തവണയാണ് നിയമനങ്ങളിൽ കൈകൊള്ളുന്നത്. സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവ് ബെന്നി തോമസിനെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് രാജിവെപ്പിച്ചതും വിവാദങ്ങൾക്ക് പിന്നാലെയായിരുന്നു.